നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞ മറാത്തിബുദ്ദീൻ, ദീനിന്റെ മർത്തബകൾ. മർത്തബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലെവൽ. അത് മൂന്നാണ്. ഒന്ന് അൽ ഇസ്ലാം. ഇസ്ലാം ഉള്ള ആൾക്ക് പറയുന്ന പേരാണ് മുസ്ലിം. രണ്ടാമത്തെ ലെവലാണെന്ത്? ഈമാൻ. ഈമാനുള്ളവർക്ക് പറയുന്ന പേരാണ് മുഅ്മിൻ. മൂന്നാമത്തെ ലെവൽ ഇഹ്സാൻ. ഇഹ്സാൻ ഉള്ളവർക്ക് എന്ത് പറയും? മുഹ്സിൻ എന്ന് പറയും. ഈ മൂന്ന് മർത്തബകൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞതിന് രൂപമുണ്ട്. അതായത് ഇതാണ് ഇസ്ലാം. ഈ വലിയ വട്ടം. വട്ടത്തിന് എന്താ പറയുക ഭാഷയിൽ? ഇതാണ് ഇസ്ലാം. അതായത് ഏറ്റവും അധികമുള്ള മുസ്ലിമീങ്ങളായി ആളുകൾക്കല്ല, ദീനിൽ മുസ്ലിം ആവാൻ എളുപ്പമാണ്. ഷഹാദത്തും അർക്കാനുൽ ഇസ്ലാം നമ്മൾ ഹദീസ് പറഞ്ഞില്ലേ? ബുനിയൽ ഇസ്ലാമു ഇത് അഞ്ചെണ്ണം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ ആരായി? മുസ്ലിമായി. അതാണ് ഏറ്റവും അധികം. അതിനുള്ളിൽ ചെറിയൊരു ഉണ്ട്. ഇതാണിത് ഈമാൻ. മനസ്സിലായോ? അതായത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചും കൂടി ലെവൽ കൂടിയവരാണ് അത് മുഅ്മിൻ. അതിനുള്ളിൽ വേറെ വട്ടമുണ്ട്. ഇതാണ് ഇഹ്സാൻ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലും വളരെ കുറച്ചാളുകളെ ഏത് ലെവലിലുണ്ടാവും? ഇഹ്സാന്റെ ലെവലിലുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദീനിൽ ഏത് ലെവലിലെത്താനാണ് ശ്രമിക്കേണ്ടത്? ഇഹ്സാന്റെ ലെവലിൽ. ആദ്യം മുസ്ലിമാവും, പിന്നെ അതിൽ നിന്ന് മുഅ്മിനാവും, അതിൽ നിന്നും മുഹ്സിനാവും. അതാണ് ദീനിന്റെ മൂന്ന് മർത്തബകൾ. അതിൽ ഒന്നാമത്തെ മർത്തബയാണ് ഇസ്ലാം. ഇസ്ലാം എന്ന പദത്തിന് അർത്ഥം നമ്മൾ പറഞ്ഞു. എന്താണ്? ഭാഷാപരമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇസ്ലാമു ലുഗതൻ. എന്താ അർത്ഥം പറഞ്ഞപ്പോൾ? ഞാനിവിടെ മലയാളത്തിൽ എഴുതിയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്താ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമാധാനം, സ്നേഹം, ഇല്ലെങ്കിൽ എന്ത് പറയാം? അതൊക്കെയാണ് ഇസ്ലാമിന്റെ ഭാഷാപരമായ അർത്ഥം. എന്നാൽ ഇസ്ലാമിനൊരു ഡെഫിനിഷൻ ഉണ്ട്, താരീഫ്. അത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അറബി പറയാം. അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. ഇഹാദ നോക്കിയിട്ടില്ലായിരുന്നല്ലോ, ഒറ്റ പഠിച്ചതാ. എഴുത്. താരീഫുൽ ഇസ്ലാം. അതെല്ലാം അറബി തന്നെ കാണാതെ പഠിച്ചു നോക്കുന്നുണ്ടോ? താരീഫുൽ ഇസ്ലാം. താരീഫിന്റെ അർത്ഥം ഡെഫിനിഷൻ, നിർവചനം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഒരു മനുഷ്യൻ ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ നല്ല സമാധാനമുള്ള, നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് മുസ്ലിം ആകുമോ? ഇല്ല. പക്ഷെ അതിന്റെ ഡെഫിനിഷൻ എന്താണോ അതിൽ പറഞ്ഞ പോലെ ആയാൽ മുസ്ലിമോ? ഒന്ന്
الاستسلام لله بالتوحيد. കണ്ട് അതിനോടൊപ്പം തന്നെ എഴുതിക്കും. പറയാം والانقياد له بالطاعة والانقياد له بالطاعة والبراءة من الشرك وأهله. الاستسلام لله بالتوحيد والانقياد له بالطاعة الانقياد له انقياد ذلك والانقياد له بالطاعة والبراءة من الشرك وأهله. إذا الإسلام هذا കാര്യങ്ങൾ അറിഞ്ഞ് ജീവിതത്തിൽ പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് പറയാൻ പറ്റൂ? മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇസ്ലാമിന്റെ പേരിട്ടു, അല്ലെങ്കിൽ മുസ്ലിമിന്റെ വീട്ടിൽ ജനിച്ചു, മുസ്ലിം തറവാട്ടിലെ മെമ്പറായി, മുസ്ലിം സംഘടനകളിൽ മെമ്പർഷിപ്പ് കിട്ടി, അതിനെ കൊണ്ടൊന്നും എന്താവില്ല, മുസ്ലിം ആവില്ല. ഉറക്കം വരുന്നുണ്ടാണ്. മറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞ് പകർത്തണം, ഇങ്ങനെയാവണം, ഒരു മാത്രമേ മുസ്ലിം എന്ന് പറയാൻ പറ്റൂ. അതിലൊന്ന് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി. ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ അടിയറവ് പറയുക. എന്താ ഇംഗ്ലീഷിൽ എന്തോ ഒരു വാക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ മുന്നിൽ അർപ്പിക്കുക. സബ്മിഷൻ. നമ്മളെ അള്ളാഹുവിനെന്ന് കൊടുക്കുക. അതായത് നമ്മൾ അള്ളാന്റെ അടിമയായി മാറും. അടിമ എന്ന് പറഞ്ഞാൽ ആരാ? പണ്ട് കാലത്ത് അടിമകൾ ഉണ്ടായിട്ടില്ലേ? എന്താ അവർക്ക് അടിമ എന്ന് വിളിക്കാനുള്ള കാരണം? അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായമില്ല, സ്വന്തമായി തീരുമാനങ്ങളില്ല. അവരെ ഇഷ്ടപ്രകാരം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആര് പറയും? അടിമയുടെ യജമാനൻ പറയും. യജമാനൻ മീൻസ് ഓണർ. ഓണർ പറയും നിൽക്കണം, അവ നിൽക്കണം, ഇരിക്കണം, ഇരിക്കണം, ആ ഉറങ്ങിപ്പോ അങ്ങനെ ഉറങ്ങണം, അവിടെ പോയിട്ട് വാ, അവിടെ പോയിട്ട് വരണം. ഇതാണ് അടിമ. ഓണർ അങ്ങനെ പറയുമ്പോ ഇപ്പം
വേണ്ട, കുറച്ച് കഴിഞ്ഞ് പോയിട്ട് വരാം എന്നാ അടിമക്ക് പറയാൻ കഴിയില്ല. ഒരു അടിമയാവില്ല, ഓണത് ശിക്ഷിക്കും അങ്ങനെ പറഞ്ഞാൽ. അതാണ് അടിമ. നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങനത്തെ ഒരു അടിമയാകുന്ന വരെ നമ്മൾ മുസ്ലിം ആവില്ല. അപ്പൊ മനസ്സിലായി, ഇസ്തിസ്ലാം ചെയ്യണം. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ടാവും, എനിക്ക് കുറെ പ്ലാനുകളുണ്ടാവും, എനിക്ക് കുറെ ചിന്തകളുണ്ടാവും, കുറെ പഠിപ്പുണ്ടാവും. അങ്ങനെയാവണം, ഇങ്ങനെയാവണം, അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെയൊക്കെ എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അല്ലാഹുവിന്റെ മുമ്പിൽ ഇസ്തിസ്ലാം ചെയ്ത ഒരു അടിമക്ക് അതിന്റെയും അപ്പുറത്ത് അല്ലാഹുവിന്റെ കൽപ്പനയായിരിക്കും ഉണ്ടാവുക. ഒരു സ്ഥലത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് അവിടെ പോകാനുള്ള പൈസയുണ്ട്, ആരോഗ്യമുണ്ട്, വണ്ടിയുണ്ട്, ചങ്ങാതിമാരുണ്ട്, എനിക്ക് അവിടെ പോകാനും പറ്റും. പക്ഷെ അല്ലാഹു പറഞ്ഞു നീ പോവരുത്. അപ്പൊ പോവാതിരിക്കലിന്റെ പേരാണ് അൽ ഇസ്തിസ്ലാം. മനസ്സിലായോ? അപ്പൊ അല്ലാഹു നമുക്ക് കണ്ടു തന്നിട്ട് അല്ലാഹു പറഞ്ഞു എന്ത്? ഹറാമ് നോക്കരുത്. അല്ലാഹു ഇഷ്ടമില്ലാത്ത വെറുക്കപ്പെട്ട തെറ്റുകളായ കാര്യങ്ങൾ നിങ്ങൾ ആ കണ്ണുകൊണ്ട് നോക്കരുത്. പക്ഷെ കണ്ടെന്റേതാണ്. എങ്ങോട്ട് നോക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നാലും നിയന്ത്രിക്കുക. ഇപ്പൊ എന്റെ നോട്ടത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഞാൻ എവിടെ നോക്കണത് നിങ്ങൾ തീരുമാനിച്ച് നടക്കുമോ? ഇല്ല. പക്ഷെ അല്ലാഹു തീരുമാനിച്ചാൽ അത് അടിമ നടക്കും. ആ അടിമ ആരാണെങ്കിൽ അൽ ഇസ്തിസ്ലാമുള്ള അടിമയാണെങ്കിൽ. നമ്മൾ മനസ്സിലായോ? കണ്ണെന്റെ തന്നെ. ഈ കണ്ണിനെ കൊണ്ട് എനിക്ക് കുറെ നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, എനിക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ എന്റെ അല്ലാഹു പറയുന്നു നോക്കാൻ പാടില്ല, എന്നാ ഞാൻ നോക്കുന്നില്ല. അതാണ് ഇസ്തിസ്ലാം. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായും നമ്മളെ അർപ്പിക്കും. ചിലപ്പോ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടേ, അല്ലെങ്കിൽ ആടെ പോണ്ടേ ഇവിടെ പോണ്ടേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്തായിരിക്കും? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇസ്തിസ്ലാമുള്ള മുസ്ലിം എന്ത് ചെയ്യും? അള്ളാഹ് പറഞ്ഞതേ ചെയ്യുള്ളൂ. ഒരു കച്ചവടം, ആ കച്ചവടത്തിൽ ഒരു 10 ലക്ഷം രൂപ ഒരാള് നമുക്ക് തരാൻ റെഡിയുണ്ട്. ഓക്കെ, പക്ഷെ അയാൾ ആ പൈസ കട്ടതാണ്. ആ കട്ട പൈസയാണ് എനിക്ക് എന്റെ കച്ചവടത്തിൽ ഷെയറായിട്ട് ഓൻ തരാൻ പോകും. എനിക്കാണെങ്കിലോ 10 ലക്ഷം രൂപ ആവശ്യമുള്ള ടൈമുമാണ്. മനസ്സിലായോ? ആ 10 ലക്ഷം എനിക്ക് കിട്ടിയെങ്കിൽ എനിക്ക് എന്താവും? ബിസിനസ്സിൽ ഇട്ടിട്ട് കുറച്ചും കൂടി ഇത് മെച്ചാക്കാൻ പറ്റും. ഇവിടെ ഇസ്തിസ്ലാമുള്ള ഒരു മുസ്ലിമാണെങ്കിൽ ഈ 10 ലക്ഷം ഓൻ വാങ്ങൂല. പക്ഷെ ഓന് ആവശ്യമുണ്ട്, ഒരു കിട്ടിയ ലാഭമാണ്. അത് വാങ്ങാതിരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടോ സഹിക്കും. മനസ്സിലായോ? ഇസ്തിസ്ലാം ഉണ്ടെങ്കിൽ. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഹറാമായ പൈസ പറ്റൂല. ഇസ്തിസ്ലാം മനസ്സിലായോ? ഇപ്പൊ നമ്മളെന്തോ തിരക്കിട്ടൊരു ജോലിയിലാണ്. എന്ത് ചെയ്യുന്നു? കളിച്ചോണ്ടിരിക്കായിരുന്നു. വൈകുന്നേരം ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുക. ഇവിടെ ഫുട്ബോൾ കളിയൊന്നുമില്ല. മടക്കേരി 7 കളിക്കുന്ന എന്റെ മോള് ഉണ്ടല്ലേ. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ബാങ്ക് പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യും? ഇസ്തിസ്ലാം അറിയുന്ന അങ്ങനെ ജീവിക്കുന്ന മുസ്ലിമാണെങ്കിൽ കളി അവിടെ നിർത്തിയിട്ട് കൊണ്ടുപോകും, പള്ളിയിലേക്ക് പോകും. ഇസ്തിസ്ലാം ഇല്ലെങ്കിൽ അവൻ കളി കണ്ടിന്യൂ ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് അവൻ അള്ളാഹുവിന് അവനെ അർപ്പിച്ചിട്ടില്ല, അള്ളാന്റെ അടിമയായില്ല. അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞാൽ കളിക്കാന്നുള്ളത് എനിക്കൊരു സുഖമുള്ള സംഗതിയാണ്. എനിക്ക് നല്ല ആവേശം ഉണ്ടാവും, ഹരമുണ്ടാവും കളിക്കാൻ. പക്ഷെ എന്റെ റബ്ബിന്റെ കൽപ്പന വന്നാൽ പിന്നെ എന്റെ ഇഷ്ടം അവിടെ വരുന്നല്ല, എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് വരുന്നത്. അങ്ങനെ പരിഗണിക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ നിർവചനം. നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ അടിമയാവുക, അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്. പക്ഷെ അതെങ്ങനെയാവണം? ബിത്തൗഹീദ്, അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ആവണം. അതായത് എനിക്ക് ഇങ്ങനെ അടിമയാവാൻ എന്റെ റബ്ബല്ലാതെ വേറെ ആരുമില്ല. ഞാൻ വേറെ ആരുടെയും അടിമയല്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വേറെ ഒരാളുടെ അടിമയല്ല,
ഒരു വസ്തുവിന്റെ അടിമയല്ല, ഒരു ശക്തിയുടെ അടിമയല്ല, ഒന്നിന്റെയും അടിമയല്ല. പിന്നെ ആരുടെ മാത്രമാണ്? അള്ളാന്റെ മാത്രം. അവൻ ഏകനാണ്. അത് അംഗീകരിച്ചുകൊണ്ട് വേണം അവന്റെ മുമ്പിൽ നമ്മൾ നമ്മളെ അർപ്പിക്കാൻ. അള്ളാഹുവിനെ ഏകനായിട്ട് കാണുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ? വേറെ ആരെങ്കിലും എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ഉദാഹരണത്തിന് പിന്നെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു നിയമം, ഉദാഹരണത്തിന് എന്താ പറയാ, പലിശ വാങ്ങരുത്. പലിശ പലിശ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഭാഷ എന്താ പറയാ? ബഡ്ഡി. എന്തെല്ലാം വാക്ക? വട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് വട്ടി. വട്ടി എന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന വണ്ടി. പിന്നെ എന്താ പറഞ്ഞേ? ബഡ്ഡി എന്ന് പറഞ്ഞാൽ പലിശ. വട്ടി വാങ്ങാൻ പാടില്ല, അള്ളാന്റെ കൽപ്പനയാണ്. പക്ഷെ ഇവൻ ഭയങ്കരമായി സ്നേഹിക്കുന്ന, ഭയങ്കരമായി വിശ്വസിക്കുന്ന ഒരു തങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയാം, ആ തങ്ങൾ പറഞ്ഞു വട്ടി വാങ്ങിക്കാൻ പ്രശ്നമില്ല, അത് കുഴപ്പമില്ല. ഇവർ ഭയങ്കര ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന തങ്ങളായതുകൊണ്ട് ഇവർ എന്ത് ചെയ്തു? ആ തങ്ങളങ്ങനെ പറഞ്ഞില്ല, അവർക്ക് പ്രശ്നമില്ല, വട്ടി വാങ്ങി. ഇവൻ തൗഹീദോടുകൂടി മുസ്ലിമായവരല്ല. ഇവൻ ആദ്യം വാങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇസ്തിസ്നാ ഉള്ളത് കൊണ്ടാണ്. അള്ളാഹ് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരാള്, ഇവൻ ഇഷ്ടപ്പെട്ട ഒരാള് വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോ ഓ വാങ്ങാൻ തയ്യാറായി. അതെന്തുകൊണ്ടാ? ബിത്തൗഹീദ് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ആരുടെ മാത്രം അടിമയാണ്? അള്ളാഹുവിന്റെ മാത്രം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അള്ളാന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ അടിയറവ് പറയുക, ഇതിന്റെ പേരാണ് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. എത്ര കാര്യങ്ങളിലാണ് അള്ളാഹുവിനെ ഏകനാക്കേണ്ടത്? 3 കാര്യങ്ങൾ. തൗഹീദ് 3 വിഭാഗം. ഇതെല്ലാം കഴിഞ്ഞില്ലെല്ലാരും നോക്കട്ടെ. അടുത്ത ക്ലാസ് ഒന്ന് التوحيد ثلاثة أقسام. التوحيد ثلاثة أقسام പറഞ്ഞാൽ 3 വിഭാഗം. ഇംഗ്ലീഷിൽ എന്താ പറയാ? 3 types. 3 types. 3 types. ഒന്ന് توحيد الربوبية. ഒന്ന് توحيد الربوبية. ഇവൻ ഭർത്താവിനെ വരച്ചു നോക്കി ഉണ്ടേനെ ഇതെല്ലാം നീ വാങ്ങിക്കോ? ചിത്രം വരയ്ക്കുന്നതല്ല. അറബി എതിരേ ഇല്ല, തീരെ അറിയില്ല. നീരെന്തിനാ മുസ്ലിം
ശരി നോക്ക്. എന്താ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാല്? സിംഗ്ലിംഗ് ഔട്ട് അല്ല. റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ റബ്ബായിരിക്കുക. റബ്ബ് എന്ന വാക്കിന് അർത്ഥം എന്താ ഇംഗ്ലീഷിൽ? മൂന്ന് ഗുണങ്ങൾ ഉള്ളവന് പറയുന്ന പേരാണ് റബ്ബ്. എത്ര ഗുണങ്ങൾ? ഗുണം മീൻസ് ക്വാളിറ്റീസ്. ഒന്ന് ഖാലിഖ്. ഖാലിഖ്, മാലിക്, മുദബ്ബിർ. ഈ മൂന്ന് ക്വാളിറ്റി ആർക്കുണ്ടോ അവന് പറയുന്ന പേരാണ് റബ്ബ്. എന്താ ഖാലിഖ്? ഖാലിഖ്, മാലിക്, മുദബ്ബിർ. എന്താ ഖാലിഖ് എന്ന് പറഞ്ഞാൽ? ക്രിയേറ്റർ, സൃഷ്ടാവ് എന്ന് പറയും. കന്നഡ എന്താ പറയാ? സൃഷ്ടി. പണിയാണ്. അതായത് ആകാശങ്ങളും പിന്നെ ഖാലിഖ് ആകാശങ്ങൾ, ആകാശത്തിലുള്ളത്. ആകാശം മാത്രമല്ല, ആകാശത്തിൽ എന്തുണ്ട്? സൂര്യ, നക്ഷത്ര, ചന്ദ്രാദികൾ എല്ലാം ഉണ്ട്. എത്രയുണ്ട്? സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? പറഞ്ഞ ഗാലക്സിയിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? ഒരു ഗാലക്സിയിൽ 8 ഗ്രഹങ്ങൾ. നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട്. ആകാശലോകത്തുണ്ട്, അവിടെ മലായികത്തുണ്ട്, അവിടെ മറ്റെന്തെല്ലോ അല്ലാഹുവിന്റെ സംവിധാനങ്ങളുണ്ട്. പിന്നെ ഭൂമിയിലുള്ള ജീവികൾ, വസ്തുക്കൾ, ഭൂമിക്കടിയിലുള്ളത്, അങ്ങനെ ഓരോന്നും മനുഷ്യരടക്കം ജിന്നുകൾ, മലക്കുകൾ, ജീവജാലങ്ങൾ, മൃഗങ്ങൾ, പക്ഷികുറവാദികൾ, മത്സ്യങ്ങൾ, അണുക്കൾ, നമ്മൾ കാണാത്തത്, കേൾക്കാത്തത്, കണ്ടത്, കാണാത്തത് എന്ന് വേണ്ട കോടാനുകോടിക്കണക്കിന് വരുന്ന ജീവികളെ ഉണ്ടാക്കിയവൻ. ജീവികൾ മാത്രമല്ല, മഹാപ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ ആര് മാത്രമാണ്? അല്ലാഹു മാത്രം. അതുകൊണ്ടാണ് അവൻ ആരായത്? റബ്ബായത്. അങ്ങനെയുള്ള ആ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അല്ലാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും ഒരു അവകാശം പറയാൻ പറ്റുമെങ്കിൽ അയാൾക്കും ആരാവാം? റബ്ബാവാം. അത് മനസ്സിലായോ? പക്ഷെ അല്ലാഹു അല്ലാത്തൊരു ഖാലിഖ് ദുനിയാവിൽ ഇല്ല. എന്തുകൊണ്ട്? ഇവൻ തുടക്കമില്ലാത്തവനാണ്. അല്ലാഹു ലാ അവ്വല ലഹു. അല്ലാഹുവിന് തുടക്കമില്ല, അവനൊരു അവസാനവുമില്ല. ലാ ആഖിറ ലഹു. പക്ഷെ ദുനിയാവിൽ അല്ലാഹു അല്ലാത്ത റബ്ബായിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ. പല ആൾക്കാരും പലരെ പറ്റിയും സൃഷ്ടാവാന്ന് പറയുന്നുണ്ടല്ലോ. അവരൊക്കെ പിന്നീട് ഉണ്ടായവരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവരൊക്കെ പിന്നീട് ഉണ്ടായവരാണ്. എപ്പോ? ആകാശത്തെ ഉണ്ടാക്കിയതിനു ശേഷം. അവരൊക്കെ ജനിക്കുമ്പോ ഇവിടെ നിന്നുണ്ട്, ആകാശമുണ്ട്. അവർ ജനിക്കുന്ന എവിടെയാ? ഉണ്ടാക്കപ്പെട്ട ഭൂമിയിലാണ്. അവർ ശ്വസിക്കുന്നതോ നേരത്തെ ഉണ്ടായ വായുവാണ്. അവർ കുടിച്ചതോ നേരത്തെ ഉള്ള വെള്ളമാണ്.
ആ പറഞ്ഞ ദൈവങ്ങളൊന്നും അല്ല വന്നിട്ട് പിന്നീട് ഇതൊന്നും ഉണ്ടാക്കിയത്. അപ്പൊ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു അവകാശം പറയാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. അവിടെ ഖുർആൻ അള്ളാഹു എന്ത് ചോദിച്ചത്? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടാവുണ്ടോ അള്ളാഹുവിന്റെ ചോദ്യമാണ്. എന്താ മറുപടി? ഒരിക്കലുമില്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ ക്വാളിറ്റിയാണ്. പക്ഷെ മനുഷ്യന്മാർ പലതും ഉണ്ടാക്കിയിട്ടില്ലേ? ഇതുണ്ടാക്കിയതാരായി? ആശാരി. ഈ പേന ഉണ്ടാക്കിയതും അതിന്റെ കമ്പനി. മൊബൈൽ ഉണ്ടാക്കിയതും നിങ്ങളുടെ പേന മൊബൈൽ ഉണ്ടാക്കിയതും. അപ്പൊ പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവിന്റെ ഉണ്ടാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കലാണ്. മനസ്സിലായോ? ഒരു സാധനം ഇല്ല, അങ്ങനെ ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു പുതിയ സാധനം. ആകാശം എന്ന് പറയുന്ന ഒരു വസ്തു മുമ്പുണ്ടായിട്ടില്ല. ആരുണ്ടാക്കുന്നത് വരെ? അള്ളാഹു ഉണ്ടാക്കുന്നത് വരെ. ഭൂമി എന്ന് പറയുന്ന ഒരു ഗ്രഹം ഉണ്ടായിട്ടില്ല, അള്ളാഹു ഉണ്ടാക്കുന്നത് വരെ. പക്ഷെ മനുഷ്യന്മാര് പലതും ഉണ്ടാക്കുന്നുണ്ട്. അതോ മുമ്പേ ഉണ്ടാക്കപ്പെട്ട മെറ്റീരിയല് കൂട്ടിച്ചേർത്തിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ പേന ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. പ്ലാസ്റ്റിക് മുമ്പേ ഉണ്ടായതാണ്. പ്ലാസ്റ്റിക് ഉണ്ടാകുന്നതിന് മുമ്പ് വേറെന്തോ ഒരു മെറ്റീരിയൽ ഉണ്ടായത്, അതിന് മുമ്പ് വേറെന്തോ. അങ്ങനെ ഉണ്ടാക്കപ്പെട്ട പലതരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു സാധനം ഉണ്ടാക്കുന്നു. അതേ ഉള്ളൂ മനുഷ്യന്റെ ഉണ്ടാക്കൽ. അള്ളാന്റെ ഉണ്ടാക്കൽ അങ്ങനല്ല. അള്ളാന്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക. മനസ്സിലായോ? അവിടെ ഇനി ആർക്കെങ്കിലും ഒരാൾ റബ്ബാന്ന് പറഞ്ഞു വന്നു, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മനുഷ്യന്മാര് റബ്ബായിട്ട് അംഗീകരിച്ചു, അവർ റബ്ബാകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ അംഗീകരിച്ചവർ പറയുന്നത് സത്യമാകണമെങ്കിൽ ഈ റബ്ബുകളൊക്കെ എന്ത് ചെയ്യണം? ഇല്ലായ്മയിൽ നിന്ന് എന്തിനെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ ആ ക്വാളിറ്റി പൂർത്തിയായി. പക്ഷെ അവര് തന്നെ പിന്നെപ്പോഴും ഉണ്ടായതാണ്. അതുകൊണ്ട് അവർക്ക് എന്തില്ല, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കൂല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അള്ളാഹുവിന്റെ റബ്ബാവാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അവൻ ഖാലിഖാണ് എന്നുള്ളത്. രണ്ടാമത്തത് മാലിക്. എന്താ മാലിക്കിന്റെ അർത്ഥം? ഉടമസ്ഥൻ, ഓണർ. മലിക് ആണ് രാജാവ്. ഇത് മാലിക്. അതായത് ഈ പേരയുടെ മാലിക്കാരാ? ഈ പേരന്റെ മാലിക്കാരാ? ഇതിന്റെ ഉടമസ്ഥൻ. ഇത് പൈസ കൊടുത്ത് വാങ്ങിയതാരാണോ അവരാണ് ഇതിന്റെ മാലിക്. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്റെ മൊബൈൽ, എന്റെ ഡ്രസ്, എന്റെ ചെരുപ്പ്, അതാണ് ഈ മാലിക്കിന്റെ അർത്ഥം. സ്വന്തപ്പെടുത്തിയ ആള്. ഈ മഹാപ്രപഞ്ചത്തിന്റെ മാലിക്കാര അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഉടമസ്ഥനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു മലയുടെ മുകളിലേക്ക് വിളിച്ചു തൗറാത്ത് കൊടുക്കാൻ. അങ്ങനെ മലമുകളിൽ പോകുമ്പോ മൂസലമിന്റെ കൈമൽ എന്തുണ്ട്? ഒരു വടിയുണ്ട്. എന്താ പറയാ? അറബി കന്നഡയിൽ പറഞ്ഞാൽ വടിക്ക് ഒരു വടിയുണ്ട്. അപ്പൊ അള്ളാഹു ചോദിച്ചു മൂസാ നബിയോട്, എന്താ നിന്റെ കൈമൽ എന്താ? അപ്പൊ പറഞ്ഞു എന്റെ വടിയാണ്. എന്താ പറഞ്ഞത്? എന്റെ വടി. എന്റെ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വന്നു? മാലിക്. ഞാനാണ് ഈ വടിയുടെ ഉടമസ്ഥൻ. അപ്പൊ അള്ളാഹു തീരുമാനിച്ചു ശരിക്കും ഉടമസ്ഥൻ ആരാണെന്ന് മൂസാക്ക് കാണിച്ചു കൊടുക്കാം. അള്ളാഹു പറഞ്ഞു മൂസാ നബിയോട്, ആ വടി താഴെ എന്തായി? പാമ്പായി. മൂസാ അലൈഹിസ്സലാം ഈ പാമ്പിനെ കണ്ടപ്പോ ഓടി. പേടിച്ചിട്ട് ഓടി. മനുഷ്യരല്ല, മനുഷ്യന്മാർക്ക് പാമ്പിനെ കണ്ടാൽ പേടിയാവും. ഓടുമ്പോ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പാമ്പിനെ പിടിക്കാൻ. അള്ളാഹു പറഞ്ഞല്ലേ മൂസാ നബി പാമ്പിനെ പിടിച്ചു. എന്തായി? പിന്നെ തിരിച്ചു വടിയായി മാറി. ആ ഒരു സംഭവത്തിൽ അള്ളാഹു മൂസാ നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്താണെന്നറിയാം?
എന്റേതെന്ന് പറയാനുള്ള സത്യത്തിൽ അവകാശമാർക്കാണ് അള്ളാഹുവിനാണ്. കാരണം എന്റെ എന്ന് മൂസ നബി പറഞ്ഞ അതേ വടിയാണ് കണ്ടപ്പോൾ ഓടിയ പാമ്പായത്. മനസ്സിലായോ? മൂസാ നബിക്ക് എന്റെ എന്ന് പറയുമ്പോ ആ വടിയായി തന്നെ നിർത്താൻ പറ്റണം. പക്ഷെ മൂസാ നബിക്ക് പറ്റിയില്ല. അതേ വടി തന്നെ പാമ്പായി മാറി, ഓടുന്ന പാമ്പായി മാറി. അപ്പൊ ശരിക്കും മാലിക് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഉപകാരമുള്ളതാക്കാനും ഉപദ്രവമുള്ളതാക്കാനും സാധിക്കുന്നവൻ ആരാണോ ഓന്റെ പേരാണ് മാലിക്. ഉപകാരം ഉണ്ടാക്കാൻ പറഞ്ഞാൽ യൂസ്ഫുൾ ആക്കുക ഒരു സാധനത്തിന്. അതിന്റെ നേരെ ഉണ്ടാക്കാനും ആർക്കാണോ പറ്റുക ഓന്റെ പേരാണ് മാലിക്. അത് ആർക്കേ ദുനിയാവ് പറ്റുള്ളൂ. മഴ പെയ്യുന്നു. ഉപകാരമുള്ള മഴ എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യ വെള്ളം, തണുപ്പ്, നനവ്, ചെടികളൊക്കെ മുളക്കാനുള്ള അതാണ് ഉപകാരമുള്ളത്. അതേ സാധനത്തിന് വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്ന വെള്ളമാക്കാനും ആർക്ക് പറ്റും? മനുഷ്യന്മാർക്കോ? മനുഷ്യർക്കല്ല, അള്ളാഹു അല്ലാത്തവാക്കും ഭയങ്കരമായ മഴ നോക്കും. ഉദാഹരണത്തിന് ഭയങ്കര മഴ, വെള്ളപ്പൊക്കാവുന്ന മഴ. അതിനൊന്ന് പൈപ്പ് കൂട്ടും പോലെ കൂട്ടിയിട്ട് കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പൊ ശരിക്കും മഴയുടെ മാലിക്കാനാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ മാലിക്. അങ്ങനെ ഒരു ഉത്തരയുള്ളൂ. മോനാല അള്ളാഹു മാത്രം. ഇബ്രാഹിം നബിയെ തീയിട്ടില്ലേ? ആര്? നമ്രൂദ്. ആ രാജാവിന്റെ പേര് നമ്രൂദ്. തീയിലിട്ട് തീയുടെ മാലിക്കാണ് ആ മാലിക്കിന് ആ തീനെ വിളിച്ചു, നീ എന്താവണം? ഇബ്രാഹിമിന് നല്ല തണുപ്പുള്ള സുരക്ഷമായ സ്ഥലമായി മാറണം. തീയായി. മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും ആ തീനങ്ങനെ വിളിച്ചിട്ട് പറയാൻ പറ്റുമോ? അതാണ് മാലിക്. അപ്പൊ ആ ഒരു മിൽക്കി, ആ ഒരു ഉടമസ്ഥാവകാശം ആർക്കാണോ ഉള്ളത് അവന് മാത്രമേ എന്താവാൻ പറ്റൂ, റബ്ബാവാൻ പറ്റൂ. മനസ്സിലായോ? മാലിക്കിന്റെ അർത്ഥം മനസ്സിലായോ? ഒരു വസ്തുവിനെ പൂർണ്ണ അർത്ഥത്തിൽ ഉടമസ്ഥപ്പെടുത്തുന്നവർ, അതിനെ ഉപകാരപ്രദമാക്കാനും ഉപദ്രവകരമാക്കാനും കഴിവുള്ളവനാരോ അതിന്റെ പേരാണ് മാലിക്. ഇപ്പൊ നമ്മളെ ബോഡി ആരതാ? നമ്മളത്. എന്റെ മാലിക് നമ്മളല്ലേ? പക്ഷെ നമ്മുടെ ബോഡിയെ ശരിക്കും ഉടമസ്ഥപ്പെടുത്തുന്നവരാരാ? അല്ലാഹുവാണ്. ഇപ്പൊ സിനാനിങ്ങനെ കണ്ണാടി നോക്കി നിൽക്കുമ്പോൾ വിചാരിക്കാണ് മൂക്കിന്റെ ഷേപ്പ് ഒരു ശരിയില്ല, ഇതൊന്ന് കുറച്ചൊന്ന് മാറ്റണം. നിന്റെ മൂക്കല്ലേ, അവിടെ മാറ്റാൻ പറ്റുമോ? നമ്മൾ മനസ്സിലായോ? എന്റേതായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ കഴിയില്ല. പക്ഷെ ആർക്ക് മാറ്റാൻ പറ്റും? നിഹാലില് ഈ 10 പേർക്ക് പോരാ, ഒരു പരിപാടി നടക്കുന്നില്ല. അത് കൊടുക്കണം, ഇത് കൊടുക്കണം, അത് വേണം. ഒരു 12 പേരുടെ വേണം നിഹാൽ തീരുമാനിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമോ? ഫിറ്റാക്കിയതിനെ പറ്റിയല്ല പറയുന്നു, ഒറിജിനൽ പറ്റുമോ? പക്ഷെ അള്ളാഹു. അപ്പൊ എന്റെ കൈക്ക് എടുക്കാക്കാൻ പറ്റില്ല പറഞ്ഞാൽ ഞാൻ ശരിക്കുള്ള മാലിക്കല്ല. മനസ്സിലായില്ലേ? ശരിക്കുള്ള മാലിക്ക് അള്ളാഹുവാണ്. അതാണ് അവൻ റബ്ബാവാനുള്ള രണ്ടാമത്തെ കാരണം. പറഞ്ഞ മനസ്സിലായോ? മൂന്നാമത്തെ എന്താ? മുദബ്ബിർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തദ്ബീർ ചെയ്യുന്നവൻ. നിങ്ങളുടെ ഭാഷയിൽ നിയന്ത്രിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയാം, നമ്മളൊരു ടൂറും പോവാണ്. എങ്ങോട്ട്? കോയമ്പത്തൂര? കോഴിക്കോട് ഇവിടെ ട്രെയിൻ ഉണ്ടല്ലോ, ഉദാഹരണം പറയാൻ നോക്കിയാൽ ഉണ്ടാവില്ല. ബസ്സിൽ പോവാണ്, മൈസൂരിലേക്ക് പോവാണ് ബസ്സിൽ. അങ്ങനെ കുറെ പോയി. നിഹാലിന് ബാത്റൂം പോകണം. ഉമ്മ നല്ല ഇറച്ചിയും അതും ഇതും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് തിന്ന് വയറ് പറഞ്ഞിട്ടാണ് നിഹാലി വരുന്നത്. ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവർ വന്ന് വായിച്ചാൽ കുറച്ചുകൊണ്ട് പെട്രോൾ പമ്പ് എടുത്തിട്ട് അങ്ങനെ കുറെ ഓടി ഒരു പെട്രോൾ പമ്പ് എത്തി. ബസ് അവിടെ നിന്നു. ഞാൻ ബാത്റൂമിലേക്ക് പോയി. രാത്രിയാണ്, നമ്മളൊക്കെ നല്ല ഉറക്കാം. ഡ്രൈവർ നല്ല ഉറക്കിയത് മൂന്നിനാണുള്ളത്.
10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഡ്രൈവർ വസ്ത്രത്തിൽ വിട്ടു. ഞാൻ കയറി ഡ്രൈവർ വിചാരിച്ച് ഞാൻ കർപ്പൂസിലെ ബാക്കിയായി നമ്മളവിടെ മൈസൂർ എത്താറായി. പക്ഷെ കുറെ അങ്ങ് കഴിഞ്ഞപ്പോ ബസ് ആക്സിഡന്റ് ആയി. നമുക്കെല്ലാം തലക്കും കയ്യിലും കാലിനെല്ലാം പരിപ്പ്. ഞാനോ നമ്മളെ ബസ് പറഞ്ഞതോ നമ്മളെ തല പൊട്ടിക്കുന്നു ഞാനറിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ ഞാൻ മുസ്ലിംസാരെ കുട്ടിനെ നമ്മളെ കാണാൻ വേണ്ടി വരുന്നത് കുറെ ആൾക്കാർ വാങ്ങിയിട്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊണ്ട് നോക്കിയിട്ട് പറയുന്നു ചെന്നൈക്ക് അന്നേരം തൂറാൻ പറ്റിയുണ്ട് ഭാഗ്യം രക്ഷപ്പെട്ടു എന്നല്ല നമ്മൾ പറയാ. പക്ഷേ ശരിക്കും എന്താ സംഭവിച്ചത്? ആ ആക്സിഡന്റിൽ ഇവൻ വേണ്ടെന്നാണ് ആരുടെ തീരുമാനം? അള്ളാന്റെ തീരുമാനം. ഓരോ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് അള്ളാഹ് പോലും പത്രം പോകാനുള്ള ആവശ്യം ഉണ്ടാക്കി കൊടുത്തത്. അതാണ് പ്രതിജ്ഞ എന്ന് പറഞ്ഞത്. നിയന്ത്രണം. അള്ളാഹ് കാര്യങ്ങൾ ഓരോന്നും നിയന്ത്രിക്കും. നമ്മൾ എന്തെങ്കിലും പറയും, പക്ഷെ അള്ളാഹുവിന്റെ ഖദാഅാണ്. അതാണ് നിയന്ത്രണം. എല്ലാ ദുനിയാവിൽ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും യാദൃച്ഛികമല്ല. എന്താ യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ? അങ്ങനെ ആയിപ്പോകുന്നുണ്ടല്ലോ. അങ്ങനെ ആയിപ്പോകുന്നല്ല. മുദബ്ബിറായ അള്ളാഹുവിന്റെ തദ്ബീർ പ്രകാരം നടക്കുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒറ്റൊരുത്തരേ ഉള്ളൂ, അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും ദുനിയാവിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? കടലിലെ ഏറ്റവും വലിയ ജീവി ഏതാ? ബ്ലൂ വെയിൽ. ബ്ലൂ വെയിലെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വീഡിയോണ്ടില്ല, നേരിട്ട് കാണും. നമ്മുടെ കേരളത്തിലെ മ്യൂസിയത്തിൽ ബ്ലൂ വെയിലിന്റെ ഈ എല്ലുണ്ട്, താടിയെല്ല്. താടിയുടെ മനസ്സിലായോ? താടിയെന്ന് പറയുന്നത് അതിന്റെ ഒന്ന് എന്റെ എത്രയുണ്ടോ? ഒന്ന് എന്ന് പറഞ്ഞാൽ എന്നൊക്കെ വളരെ ഈസി ആയിട്ട് ജിമ്മലൊന്നും നക്കിട്ടെടുത്തിട്ട് നമ്മളൊന്നും എന്തല്ല ഇരയല്ല. തിമിംഗലത്തിന്റെ വയറ്റിൽ നമ്മളെ വയറ്റുള്ളിൽ കൊതുകേറി വരുന്നത് നമ്മളതിന്റെ വയറ്റിൽ പോയാൽ അത്ര വലിയ ജീവിയാണ്. അങ്ങനെ എത്ര ഉണ്ട് കടലിൽ? ലക്ഷക്കണക്കിന്. അതിലൊന്നിന് എത്ര ഫുഡ് ആവശ്യം? 100 ടൺ ഒരു ദിവസം. 100 ടൺ എന്ന് പറഞ്ഞ എത്രയും? ഒരു ടൺ എത്രയാ? 1000 kg. അങ്ങനെ 100 പ്രാവശ്യം തിന്നണ ആൾക്ക് ഒരു ബ്ലൂ വെയിൽ. അങ്ങനത്തെ എത്ര ഉണ്ട് നമുക്ക് ഇതിന്റെ എണ്ണ അറിയില്ല. അതിന് കൊടുക്കുന്നതാരാ? അതിന് വിശക്കുന്നുണ്ട് എന്ന് അറിയുന്നതാരാ? അതിനാ ഇലയുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നതാരാ? അന്നല്ലാത്ത ഒരാൾക്ക് പറ്റുമോ? വേറെ ആരും അതിനെ ശരിക്കും കണ്ടിട്ടുമില്ല. ചെയ്യുന്നു അല്ലാഹു. ഒരു ചെടി, എന്ത് ചെടി? ചെടിയുടെ പേര് പറ. ഒരു ചെടിയുടെ പേര് പറ. റോസ്. റോസൊക്കെയാണ് ഓർമ്മ ഇപ്പോഴും അല്ലേ? റോസ് ചെടി എത്ര ഉണ്ടാവും? വീണ്ടും മരം പോലെ ഉണ്ടാവോ? ചെറിയ ചെടിയല്ലേ? ആ ഒരു റോസിന്റെ ചെടിയുടെ ഒരു റോസ് പൂവ്, പൂവിന്റെ ഇതളുകളില്ലേ? ഇതളുകൾ എന്താ പറയാ? അത് എത്ര ഉണ്ടാവും ഒരു പൂവിൽ? ഒരു റോസ് ചെടിയുള്ള മുള്ളുകൾ എത്ര ഉണ്ടാവും? ഒരു റോസ് ചെടിയിൽ എത്ര ഇലകൾ ഉണ്ടാവും? ഒരു റോസ് ചെടിയിൽ ഒരു റോസാ പൂവിൽ എത്ര തേനുണ്ടാവും? കുറെ. എന്നാ നമ്മളെ മറുപടി. പക്ഷെ അള്ളാഹുവിന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അള്ളാഹിന് കൃത്യമായിട്ടുള്ള അളവുണ്ട്. കാരണം അവനാണ് ഉദ്ദേശിച്ചത്. അത് ഉണ്ടാക്കുമ്പോഴൊന്നാണ്, അതിനെപ്പോലെ അറിയുന്നവനൊന്നാണ്. നമ്മളൊരു നുള്ളു മണ്ണ് വാരിയാൽ, ഈ ചോക്ക് ഞാൻ പൊടിച്ചു എന്നിട്ട് ഇങ്ങനെ വാരിയാൽ അത് എത്ര പൊടി ഉണ്ടാവും? പക്ഷെ അള്ളാഹു പറയും ഇതാണ് മുതൽ
അങ്ങനെ ഒരുത്തനേ ഉള്ളൂ എന്ന് അംഗീകരിക്കുന്നതിന് പറയുന്ന പേരാണ് തൗഹീദുർ റുബൂബിയ്യ. മനസ്സിലായോ? ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ ഒരൊറ്റ ഒരു അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അംഗീകരിക്കുന്നതിന് പറയുന്ന പേരാണ് തൗഹീദുർ റുബൂബിയ്യ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? മറാത്തിബുദ്ദീൻ എത്ര വിഭാഗം? 3. ഒന്ന് അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. ഇസ്ലാമിലൂടെ ഒരാൾ ആരാവുന്നു? മുസ്ലിമാവുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കർത്ഥം സമാധാനം, പീസ്. നിർവചനം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിൽ ത്വാഅ വൽ ബറാഅതു മിനശ് ശിർകി വഅഹ്ലിഹി. ഇതൊക്കെ പറഞ്ഞേ. ഒന്ന് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി, അല്ലാഹുവിന്റെ മുന്നിൽ അടിയറവ് പറയുക. ബിത്തൗഹീദ്, അല്ലാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട്. അടിയറവ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു പക്ക അടിമയായി മാറുക. അതാണ് ഇസ്ലാം. മനസ്സിലാവുന്നുണ്ടോ? തൗഹീദ് അംഗീകരിച്ചുകൊണ്ട്. തൗഹീദ് എന്നാൽ ഏകനാക്കുക എന്നാണ് അർത്ഥം. അല്ലാഹുവിനെ ഏകനാക്കുക. തൗഹീദ് 3 വിഭാഗമുണ്ട്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, റബ്ബായി അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കുക. എന്തുകൊണ്ടാണ് അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പറയാൻ കാരണം? റബ്ബാവാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ? ഖാലിഖും മാലിക്കും മുദബ്ബിറും ആവുക എന്നുള്ളതാണ്. സൂര്യൻ എവിടെയാ ഉദിക്കുക? സൂര്യൻ മാത്രം ഉദിക്കുക പടിഞ്ഞാറല്ലേ? പടിഞ്ഞാറാണ് സൂര്യൻ ഉദിക്കല്. പടിഞ്ഞാറ് മീൻസ് വെസ്റ്റ്. പടിഞ്ഞാറ് വെസ്റ്റ് അല്ലേ? വെസ്റ്റിൽ തന്നെ സൂര്യൻ ഉദിക്കുന്നത് അല്ല. ഞാനാണോ പറയുന്നത്? ഈസ്റ്റിൽ തന്നെ ഉദിക്കുക. ആർക്കെങ്കിലും വെസ്റ്റിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഈസ്റ്റിൽ നിന്ന് കുറെ കൊണ്ടായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇന്ത്യ 10 രൂപ അതൊക്കെ പറ്റാ മുദബ്ബിറായ അല്ലാഹു മാത്രമേ. ആ റബ്ബ് ഒരു ദിവസം അങ്ങനെ കൊണ്ടുവരികയും ചെയ്യും. ഖിയാമത്ത് അവസാനത്തെ അടയാളമാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്നും. ഖാലിഖും മാലിക്കും മുദബ്ബിറുമായവൻ ആരാണോ അവന് പറയുന്ന പേരാണ് റബ്ബ്. അങ്ങനെ ഒരു റബ്ബ് മാത്രമേ ഉള്ളൂ. അത് അല്ലാഹു മാത്രമാണ്. മനസ്സിലായോ?